സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ഒരു പരിധിയുമില്ലാതെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീ ശാക്തീകരണം എന്ന പേരിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു പക്ഷേ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സ്ത്രീകളുടെ അവസ്ഥയല്ല ഇന്നത്തെ ഒരവസ്ഥ. സ്ത്രീകൾ പഠനത്തിൻ്റെ വിഷയത്തിൽ മികവ് പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പല മേഖലകളിലും അവർ മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അന്യ പുരുഷന്മാരോടുള്ള ഇടപെടൽ, അത് സ്ത്രീ പുരുഷനോട് ഇടപെടലാണെങ്കിലും പുരുഷൻ സ്ത്രീയോട് ഇടപെടലാണെങ്കിലും വളരെ ഗൗരവമുണ്ട്. അതിൽ അവരുടെ വേഷം എന്താണ്? ഒരു പെണ്ണിൻ്റെ വേഷം, ഒരു പെണ്ണിൻ്റെ ഔറത്ത്, ഒരു മുസ്ലിം പെണ്ണിൻ്റെ ഔറത്ത് എന്താ? മദ്രസയിൽ ഒരു 4ാം ക്ലാസ് വരെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാവും. ഒരു 4ാം ക്ലാസ് വരെ ഉണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. മുഖവും മുൻകൈയും അല്ലാത്ത ബാക്കിയെല്ലാം ഔറത്താണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല സഹോദരിമാരും ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം തൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിച്ചുകൊണ്ടുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. വലിയ വലിയ ഫ്ലക്സുകളും പോസ്റ്ററുകളും ഉണ്ടാക്കുന്നു. എന്തിനേറെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാനെ ഭയപ്പെട്ടോളൂ. നമ്മളിവിടെ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥാനം കിട്ടണമല്ല, പരലോകത്ത് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ ചില നിലപാടുകൾ നമ്മൾ കടുപ്പിച്ചേ പറ്റൂ. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ വിമർശനങ്ങളുണ്ടാകും, എനിക്ക് ആക്ഷേപങ്ങളുണ്ടാകും, ട്രോളുകളുണ്ടാകും. പക്ഷേ അള്ളാൻ്റെ അധീനാണ്, പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളെന്താ റബ്ബിനോട് പറയാ? എനിക്ക് ഇന്ന ഒരു ന്യായമുണ്ട്, എല്ലാവരും എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ പാർട്ടിയിലുള്ള മുഴുവൻ ആൾക്കാരും ഇങ്ങനെ പറഞ്ഞത്, അവരുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തട്ടം ഒഴിവാക്കിയത്, അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പർദ്ദ ഒഴിവാക്കിയത്. എന്താ പറയാ? അള്ളാൻ്റെ മുന്നിൽ എന്ത് പറയും?